കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ കാലം അല്ലെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്. ഒരു നല്ലൊരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ഒരു അനധികൃത ക്രീം എന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് പ്രത്യേകിച്ച് ടെസ്റ്റോ ഒന്നും ചെയ്യുന്നു വരുന്നൊരു ക്രീമല്ല. ഒരു ബ്യൂട്ടി ക്രീം പ്രൊമോട്ട് ചെയ്യുന്നു, അതിന്റെ പരസ്യം ചെയ്യുന്നു. ഈ പറയുന്ന ഇങ്ങനത്തെ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് ആണ് കൂടുതലായിട്ടും നമ്മുടെ ഇവിടെ കാണാറുള്ളത്. ഇവർ പല പല പ്രൊഡക്ട്സ് അവർക്ക് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഈ കണ്ടത്. ഒരു ലോക്കൽ ക്രീം ഞാൻ ക്രീം ഏതാന്ന് പറയുന്നില്ല, ഒരു ലോക്കൽ ക്രീം. ഈ ഇടയ്ക്കാണ് ഒരു കുട്ടിയുടെ കിഡ്നി അടിച്ചു പോയെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. ആ ടൈമിനും കുറെ കുത്തിപ്പൊങ്ങി വന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് കുറച്ച് നാളത്തേക്ക് ഈ ക്രീമിന്റെ ഒന്നും പ്രഭാവം ഇല്ലായിരുന്നു. ഇപ്പൊ പിന്നെയും കുറെ സോ കോൾ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ, മേജറായിട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഇതിന്റെ പുറകെ പോയിട്ടുണ്ട്. സെക്കൻഡ്, ഒരു പുള്ളിക്കാരി അതൊരു മേജർ ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിക്കാരി ഒരു ക്രീം അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനിന്റെ റിവ്യൂ ചെയ്തതാണ്. സൺസ്ക്രീൻ റിവ്യൂ ചെയ്യുന്ന വെച്ചാൽ ഒരു കെമിക്കൽ സൺസ്ക്രീൻ ആണ്, കെമിക്കൽ അല്ല ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഈ കെമിക്കൽ സൺസ്ക്രീനെ റിവ്യൂ ചെയ്തിട്ട് പുള്ളിക്കാരി ജസ്റ്റ് പമ്പ് ചെയ്തിട്ട് നേരെ കണ്ണിനടിയിലോട്ടാണ് ഇടുന്നത്. ഞാനിപ്പം ഓൾമോസ്റ്റ് 11 years ആയിട്ട് ഡെർമറ്റോളജി തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു മെഡിക്കൽ റെപ്പാണ്. എനിക്ക് അതിനകത്ത് പറയാൻ നാണക്കേടൊന്നുമില്ല, നമുക്ക് അഭിമാനമേ ഉള്ളൂ ആ ജോലി ചെയ്ത് ജീവിക്കുന്നുള്ളത്. സോ നമ്മൾ ഇതുവരെ ഡോക്ടർമാരുമായിട്ടൊക്കെ നല്ല കമ്പനിയുണ്ട്. ഒരു ഡോക്ടറും ഇതുവരെ ഒരു പേഷ്യന്റിനോടും കണ്ണടയിലോട്ട് സൺസ്ക്രീൻ ഇടാനായിട്ട് റെക്കമെൻഡ് ഞാൻ കേട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു സൺസ്ക്രീൻ ലോകത്തില്ല. അറ്റ്ലീസ്റ്റ് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് പിന്നെയുണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റൻ ഡയോക്സൈഡ്, ഇത് രണ്ടുമാണ് ഫിസിക്കൽ വരുന്നത്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ആവോബെൻസോൺ, ഓക്സിബെൻസോൺ, അങ്ങനത്തെ പക്ക കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കെമിക്കൽ സൺസ്ക്രീനകത്ത് വരുന്നത്. ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. ഈ ഹൈബ്രിഡ് സൺസ്ക്രീൻസ് കണ്ണടിയിൽ ഒക്കെയാണ് തേച്ച് പിടിപ്പിക്കുന്നത്. ഈ പറയുന്ന സോക്കോൾ ഇൻഫ്ലുവൻസേഴ്സ്, ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ടീംസ് ബേസിക് നോളജബിൾ ഇല്ലാതാണ് ഓരോന്ന് ചെയ്ത് അല്ലെങ്കിൽ ഓരോന്ന് പടച്ചു വിടുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാരത് മേടിക്കുന്നു, ഇടുന്നു. അതിന്റെ സൈഡ് എഫക്ട് ആർക്കും അറിയത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ പേര് പറയുന്നില്ല, അവരുടെയൊക്കെ ബ്യൂട്ടി അല്ലെങ്കിൽ ഗ്ലാമർ കണ്ട് ആയിരിക്കും നമ്മൾ പലപ്പോഴും അവർ ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ സോ ഫേക്ക് ആണ്. ഇവരുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഗ്ലൂട്ടാത്തിയോൺ, ലേസർ, അതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്താണ് അവരൊക്കെ ഈ പറയുന്ന ഒരു ഗ്ലാമറിൽ നിലനിന്ന് പോകുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് ഈ പയറുപൊടിയും മഞ്ഞളും ഒന്നും ചേർത്ത് മിശ്രിതം ഉണ്ടാക്കി മുഖത്തിട്ടുകൊണ്ട് വരാൻ പോകുന്നില്ല. അതൊക്കെ ജസ്റ്റ് ഫേക്ക് ആണ്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഹാംലെസ് എന്ന് പറയാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് സൺസ്ക്രീൻ കണ്ണിനടി ഇടുക, അതുപോലെ സോക്കോൾഡ് ഒരു ടെസ്റ്റും പാസ്സാവാത്ത ക്രീംസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെ വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഫ്രണ്ട് ആപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ക്രീം മേടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ക്രീം മേടിക്കുക. പ്ലസ് നല്ല റെപ്യൂട്ടഡ് കമ്പനി, അതായത് ഇപ്പം നമ്മൾ ക്രീം നോക്കുവാണെങ്കിൽ ഇപ്പം ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ആണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ക്രീമിനകത്തുണ്ടെങ്കിൽ നമുക്ക് കേസിന് പോകാൻ പറ്റും. കേസിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള കോമ്പൻസേഷൻ കിട്ടും. പിന്നെ അവരെ ഒരിക്കലും ഇത്രയും വലിയൊരു കമ്പനിയൊന്നും ഒരിക്കലും ഒരു തട്ടിക്കൂട്ട് സാധനം അല്ല ലെഡ് അല്ലെ മെർക്കുറി കണ്ടന്റുള്ള ഒരു പ്രോഡക്റ്റ് ഇറക്കത്തില്ല. ഈ ലോക്കല് ഒരു ടെസ്റ്റും ഇല്ലാത്ത സംഭവങ്ങളാണ്. കാരണം ഈ ക്രീമിനകത്ത് എത്രയും പെട്ടെന്ന് അതായത് ഹൈഡ്രോക്വിനോൺ ആണ് ഈ ക്രീമുകളെല്ലാം വെളുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് വെളുപ്പ് കിട്ടുന്ന വെച്ചാൽ ഹൈഡ്രോക്വിനോൺ കൂടുന്നതുകൊണ്ടാണ്. ഈ ഹൈഡ്രോക്വിനോൺ എന്ന് പറഞ്ഞ സാധനം ആഫ്രിക്കയിലൊക്കെ ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ട സാധനമാണ്. ഈവൻ ആഫ്രിക്കൻ സ്കിന്നിന് വരെ വെളുക്കാനായിട്ട് ഈ ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലീച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആ സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം പല പല ബ്യൂട്ടി ക്രീംസ് എന്നും പറഞ്ഞ് ഇറങ്ങുന്നത്. ചില പാകത്ത് നിന്നാണ് അത് വരുന്നത് താനും. അപ്പൊ അതുപോലത്തെ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രോക്വിനോണിന്റെ കൂടെ തന്നെ ഒരു കണ്ടാമിനന്റ് ആയിട്ട് വരുന്നതാണ് ലെഡ് കണ്ടന്റ്. ഈ ഹൈഡ്രോക്വിനോണിന്റെ സെയിം മോളിക്കുലർ സ്ട്രക്ചർ ആയതുകൊണ്ട് ലെഡ് ക്രീമിനകത്ത് കാണും, അല്ലെങ്കിൽ മെർക്കുറി. ഈ 2 സാധനങ്ങൾ ഈ ക്രീമിനകത്ത് ഉണ്ടെങ്കിൽ പ്രോപ്പർ ടെസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തല്ല ചെയ്യുന്നതെങ്കിൽ ഹൈഡ്രോക്വിനോൺ ഇറ്റ്സെൽഫ് ഈസ് എ ടോക്സിക് സബ്സ്റ്റൻസ്. ഒരു 4% വരെ ഒരു പ്രിസ്ക്രിപ്ഷൻ സ്ട്രെങ്ത് ഹൈഡ്രോക്വിനോൺ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് 10 ഉം 20 ഒക്കെ ആയതുകൊണ്ടാണ് ഒരാഴ്ച കൊണ്ടൊക്കെ ഒരാൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ വേറൊന്നുമല്ല. അപ്പം ഹൈഡ്രോക്വിനോണിന്റെ കൂടെ ഇതുപോലത്തെ മെർക്കുറിയും ലെഡും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിഡ്നി അടിച്ചു പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒക്കെ ഉള്ളൂ. അപ്പം ദയവ് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ബ്രാൻഡിന്റെ മാത്രം യൂസ് ചെയ്യുക, നല്ല സാധനം മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കേൾവിയുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് മാനുഫാക്ചർ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുസ്ഥാൻ യൂണിവർ, ഗാർണിയർ, ലോറിയലിന്റെ ഗാർണിയർ, അങ്ങനത്തെ ബ്രാൻഡ്സ് മാത്രം യൂസ് ചെയ്യുക. ചാത്തൻ പ്രോഡക്ട്സ് ഇത് ഒരാൾ പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞ്, സോക്കോൾ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. തീരെ സങ്കടമുള്ളതുകൊണ്ട് പറയാം. കാരണം നമ്മൾ ഇത്രനാൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം
അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂട്യൂബ് അല്ലെ വീഡിയോ കാണുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഡോക്ടർ, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട് നോക്കുക ഈ സൺസ്ക്രീനെ കുറിച്ചൊക്കെ. അല്ലാതെ വല്ല ടീമും പറയുന്നത് കേട്ടിട്ട് അല്ലെ വല്ലവരും റെക്കമെൻഡ് ചെയ്യുന്ന ക്രീം കേട്ട് അവരുടെ ഒരു കുറച്ച് പൈസയ്ക്ക് വേണ്ടി ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ കിഡ്നിക്കും ലിവറിനും ഒക്കെ നല്ല വിലയുണ്ട്. സോ നിങ്ങൾ അത് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഈ ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് ബേസിക്സ് ഓഫ് ഡെർമറ്റോളജി അല്ലെങ്കിൽ എന്താണ് സ്കിന്റെ ബേസിക്സ് എന്നെങ്കിലും പഠിച്ചിട്ട് മാത്രം ഈ പരിപാടിക്ക് നിൽക്കുക. അല്ലാതെ എവിടെ പോയിട്ട് കുറച്ച് ഗ്ലൂട്ടാത്തിനും ലേസറും അടിച്ച് കുറച്ച് വെളുത്ത് കഴിയുമ്പോഴത്തേക്കും ബ്യൂട്ടി ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് എന്തും പറയാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. ഇത് വളരെ മോശമുള്ള കാര്യമാണ്. ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പാവം ജനങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. താങ്ക്